ഓക്കെ. ഞാനാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ആ ഒരു PDF വെച്ചിട്ടല്ലേ നമ്മുടെ കയ്യിൽ എന്താ ഫസ്റ്റ് മോഡ്യൂളിന്റെ PDF മിസ് തന്നിട്ടില്ലേ, അതുകൊണ്ട് അല്ലാതെ ഞാൻ ഗേറ്റ് നോട്ട്സിന്റെ PPT വെച്ചിട്ടാണ്. എല്ലാം സെയിം കണ്ടന്റ് തന്നെ, എളുപ്പത്തിൽ നോക്കിപ്പോകാൻ ഇതായതുകൊണ്ട് എളുപ്പമായതുകൊണ്ട് ഞാനത് PPT ഷെയർ ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ ഫസ്റ്റ് എന്താ ഡാറ്റയും ഡാറ്റാബേസും DBMS എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയുക. ഡാറ്റ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ നോൺ ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഇപ്പൊ എംപ്ലോയി ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിലെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിന്റെ ഫാക്ട്സ്. അതേപോലെ തന്നെ ഒരു കോളേജ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ ഫാക്ട്സ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഡാറ്റയുടെ എല്ലാം കളക്ഷനാണ്. ഇനി ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ മാനേജ് ചെയ്യാനും അതിനകത്ത് എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താനോ ഷെയർ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഡാറ്റ വെച്ചിട്ട് ചെയ്യുന്നതിനാണ് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. The primary goal of a DBMS is to provide a way to store and retrieve database information that is both convenient and efficient. ഏറ്റവും എഫിഷ്യന്റ് വേയിൽ നമുക്ക് ഡാറ്റാസ് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ DBMSന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് ആർ ഡിസൈൻ ടു മാനേജ് ലാർജ് ബോഡീസ് ഓഫ് ഇൻഫർമേഷൻ. ഒത്തിരി വലിയ ഇൻഫർമേഷൻസ്, അതായത് ഇപ്പോൾ ഒരു വലിയ കമ്പനിയിലെ എംപ്ലോയീസിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രൊജക്ട്സിന്റെ ഇൻഫർമേഷൻ, അങ്ങനത്തെ വലിയ വലിയ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റാബേസ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനോ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ അപ്ഡേഷൻസ് വരുത്താനോ അതൊക്കെ പറ്റും. പിന്നെ സേഫ്റ്റി എൻഷുർ ചെയ്യണം. അതേപോലെ തന്നെ ഒത്തിരി യൂസേഴ്സുമായിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും പറ്റണം. ഇനി ഡാറ്റാബേസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇംപ്ലിസിറ്റ് പ്രോപ്പർട്ടീസ് പറയുന്നത്. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് ഓർ മിനി വേൾഡ്. ഡാറ്റാബേസ് റെപ്രസെന്റ് സം ആസ്പെക്ട്സ് ഓഫ് റിയൽ വേൾഡ്, ചേഞ്ചസ് ടു മിനി വേൾഡ് എഫക്ട്സ് ഡാറ്റാബേസ്. അതായത് നമ്മുടെ റിയൽ വേൾഡിൽ തന്നെ കുറച്ച് ആസ്പെക്ട്സ് ഒക്കെ ഈ ഡാറ്റാബേസ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നോക്കും. ഡാറ്റാബേസ് ഇസ് ലോജിക്കലി കോറന്റ് കളക്ഷൻ ഓഫ് ഡാറ്റ വിത്ത് സം ഇൻഹറന്റ് മീനിങ്. വീണ്ടും അതേ സെയിം സംഭവമൊക്കെ തന്നെ പറഞ്ഞിരിക്കുക. ഒരു ഡാറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അതൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയായിരിക്കും. ഇനി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ടായിരിക്കും ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ്, ഇതേമാതിരിയുള്ള ഒരുപാട് നമ്മുടെ ആ ഒരു എന്താ പറയുക നോട്ട്സിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന അതിനനുസരിച്ച് പഠിച്ചാൽ മതി ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡാറ്റാബേസ് അപ്രോച്ച്. ഒരു ഡാറ്റാബേസിന്റെ മെയിൻ ആയിട്ടുള്ള 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ, സെക്കൻഡ് വൺ ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ, അതിൻ്റെ കൂടെ ഡാറ്റ അബ്സ്ട്രാക്ഷനും, പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ദ ഡാറ്റ. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസ് സിസ്റ്റം contains not only the database itself but also a complete definition or description of the database structure and constraints. ഒരു ഡാറ്റാബേസ് എന്ന് പറയുമ്പം അതിനകത്ത് ഡാറ്റാബേസിനകത്തുള്ള ഇൻഫർമേഷൻസ് മാത്രമല്ല, ആ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതിനകത്തുള്ള കൺസ്ട്രെയിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ ഡാറ്റാബേസിനകത്ത് കാണും. ദിസ് ഡെഫിനിഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ DBMS കാറ്റലോഗ്. നമ്മൾ പറഞ്ഞ ഡാറ്റാബേസിനകത്ത് അതിനകത്തുള്ള കണ്ടന്റ്സ് മാത്രമല്ല, പകരം ആ ഡാറ്റാബേസിനെ കുറിച്ചുള്ള ഡെഫിനിഷനും കാണുമെന്ന്. അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു കാറ്റലോഗിലായിരിക്കും. ഈ കാറ്റലോഗിന് പറയുന്നതാണ് മെറ്റാഡാറ്റ എന്ന്. ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന കാറ്റലോഗ്. ഈ കാറ്റലോഗിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന പേരാ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ എബൌട്ട് ഡാറ്റ, അതായത് മെറ്റാഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ എബൌട്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡാറ്റാബേസിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇപ്പം ഒരു എംപ്ലോയിയുടെ കേസ് തന്നെ പറയാം. കമ്പനിക്ക് അത് കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഡാറ്റ എന്ന് പറയുന്നത്. ആ ഒരു എംപ്ലോയീസിനെ കുറിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ, അത് എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത്, അത് എങ്ങനെ ഏത് സ്ട്രക്ചറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് കൺസ്ട്രെയിൻസ് എന്തൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു എംപ്ലോയീസിന്റെ ടേബിളിൽ പറയുവാണെങ്കിൽ സാധാ ഒരു എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് മാനേജറിനെക്കാട്ടി കുറവായിരിക്കുമല്ലോ, മാനേജറിനായിരിക്കുമല്ലോ കൂടുതൽ സാലറി. അതൊരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചറിനകത്ത് വരുന്നത്. പിന്നെ ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ഡാറ്റ ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ.
The structure of data files is stored in the DBMS catalog separately from the access progress. നമ്മൾ പറഞ്ഞു DBMS കാറ്റലോഗിനകത്താണ് ഈ ഡാറ്റ ഫയൽസിന്റെ സ്ട്രക്ചർ സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് അതായത് പ്രോഗ്രാംസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് DBMS കാറ്റലോഗിൽ നമ്മൾ പറഞ്ഞു ആ ഡാറ്റയുടെ സ്ട്രക്ചർ എങ്ങനെയാണോ അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് DBMS കാറ്റലോഗിലാണ് പറഞ്ഞാൽ അതിന് മെറ്റാഡാറ്റ എന്ന് പറഞ്ഞു. നമുക്ക് ആക്സസ് ചെയ്യേണ്ട പ്രോഗ്രാംസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് പറയുന്ന പേരാ പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതായത് പ്രോഗ്രാമും ഡാറ്റയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേഷൻ ഈസ് സ്പെസിഫൈഡ് ഇൻ 2 പാർട്സ്. ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്ന 2 പാർട്സ് പറയാൻ പറ്റും. ഒന്ന് ഇന്റർഫേസും ഒന്ന് ഇംപ്ലിമെന്റേഷനും. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഓപ്പറേഷൻ നെയിം അതിന്റെ ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് വരുന്നത്. ഇനി ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പം the implementation of method of the operation is specified separately and can be changed without affecting the interface. ഇന്റർഫേസിനെ എഫക്ട് ചെയ്യാതെ തന്നെ നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ the characteristics that allow program data independence and program operation independence is called a data abstraction. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്, അതായത് ആക്സസ് പ്രോഗ്രാംസും ഡാറ്റയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് പറയുന്ന പ്രോഗ്രാം ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇനി ഓപ്പറേഷൻ ആണെങ്കിൽ 2 പാർട്സ് ഉണ്ട്, ഇന്റർഫേസ് ഇംപ്ലിമെന്റേഷൻ. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ആ ഓപ്പറേഷന്റെ നെയിമും ഡാറ്റ ടൈപ്സ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഓപ്പറേഷൻ അത് 2 സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഈ ഓപ്പറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇന്റർഫേസിനെ എഫക്ട് ചെയ്യാതെ ചേഞ്ച് ചെയ്യുക, അതായത് അതിന്റെ പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സും ചേഞ്ച് ചെയ്യാതെ തന്നെ ഈ ഓപ്പറേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അതിന് പറയുന്ന നേരം പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷനും. Next എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ദ ഡാറ്റ. എ ഡാറ്റാബേസ് ഹാസ് മെനി യൂസേഴ്സ്. ഈച്ച് യൂസർ may require a different perspective or view of the database. അതായത് എല്ലാ യൂസേഴ്സും ഒരു പെർസ്പെക്റ്റീവിലല്ല ഒരു ഡാറ്റാബേസിനെ വ്യൂ ചെയ്യുന്നത്. അപ്പൊ ഓരോ യൂസറിന്റെ ആവശ്യം അനുസരിച്ച് പല രീതിയിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഷെയറിംഗ് ഓഫ് ഡാറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. DBMS must include concurrency control software to ensure that several users trying to update the same data do so in a controlled manner so that the result of the updates is correct. അതായത് ഒരേ സമയം കുറെ യൂസേഴ്സ് ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവാൻ പാടില്ല. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ തന്നെ അവർക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ സെവറൽ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഐസൊലേഷൻ പ്രോപ്പർട്ടിയും ആറ്റമിസിറ്റി പ്രോപ്പർട്ടിയോടെ പറയുന്നുണ്ട്. അത് നമ്മൾ 5th മൊഡ്യൂൾ പിന്നെയും പഠിക്കുന്നുണ്ട്. ഐസൊലേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, നമുക്ക് തോന്നില്ല. ഇപ്പൊ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഒരു ഓൺലൈനിൽ നമ്മളാണെങ്കിൽ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ വേറെ ആരെങ്കിലും അതേ സമയത്ത് ബുക്ക് ചെയ്യുന്നുണ്ടോന്നില്ല. നമ്മൾക്ക് അതിൽ എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടോ ബാക്കിയുള്ളവർ ബുക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് ഐസൊലേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ആറ്റമിസിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ, ഒന്നെങ്കിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. അതാ ആറ്റമിസിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് an amount of ₹50 has to be transferred from account A to account B. The amount has been debited from account A and have not been credited to account B and in the meantime a failure has occurred. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ പറഞ്ഞ ആറ്റമിസിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എല്ലാം എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ₹50 അക്കൗണ്ട് ചെയ്യുന്ന അക്കൗണ്ട് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക. അക്കൗണ്ട് ചെയ്യുന്നത് ഡെബിറ്റ് ആയി, അതായത് ആ എമൗണ്ട് ₹50 അക്കൗണ്ട് ചെയ്യുന്നു പോയി, പക്ഷെ അത് അക്കൗണ്ട് ബിയിൽ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അതെന്ന് പറയുന്നത് ആറ്റോമിസിറ്റിയെ വൈലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. ഇനി കൺകറന്റ് ആക്സസ് പ്രോബ്ലംസ്. മെനി സിസ്റ്റംസ് allow multiple users to update the data simultaneously. It can also read the data in an inconsistent state. അതായത് കുറെ സിസ്റ്റംസ് ആണെങ്കിൽ ഈ മൾട്ടിപ്പിൾ യൂസേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറെ യൂസേഴ്സിന് ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എല്ലാം ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അലോ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് വരാനുള്ള സാധ്യത. എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ ബാങ്ക് അക്കൗണ്ട് കണ്ടെയ്ൻസ് എ ബാലൻസ് ഓഫ് ₹500 and 2 customers want to withdraw ₹100 and ₹50 simultaneously. ഒരു ബാങ്ക് അക്കൗണ്ടിൽ ₹500 ഉണ്ട്. 2 കസ്റ്റമേഴ്സിന് സൈമിൾട്ടേനിയസ് ആയിട്ട് 100 വിഡ്രോ ചെയ്യണം, 50 വിഡ്രോ ചെയ്യണം. അപ്പം both the transaction read the old balance and withdraw from that old balance which will result in ₹450 and ₹400 which is incorrect. അതായത് ആ ₹500 ഒരാൾക്ക് ₹100 വേണം, ഒരാൾക്ക് ₹50 വേണം. അപ്പൊ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, ആ 500 400 ഒരാൾ എടുത്തു, അപ്പൊ ബാക്കി 100 അയാളുടെ അക്കൗണ്ടിലും കാണിക്കും. മറ്റേത് ഒരാൾ 50 എടുക്കുമ്പോൾ ബാക്കി അക്കൗണ്ടിൽ എത്ര 450 ആയിട്ട് അപ്ഡേറ്റ് ആണ്. പക്ഷെ ശരിക്കും ആണോ? അല്ല,
50 പ്ലസ് 100 150 റുപ്പീസ് ആ 500 പോയി. പക്ഷെ അങ്ങനെയാണോ കാണിക്കുന്നത്? അല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കത്തുള്ളൂ. അത് ഒരു ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസിലെ എല്ലാ യൂസേഴ്സിനും എന്താ ഒരേപോലെ ആയിരിക്കത്തില്ല ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് എക്സാമ്പിൾ പറയുന്നത് പേറോൾ പേഴ്സോണൽ നീഡ്സ് ടു ആക്സസ് ഓൺലി ദാറ്റ് പാർട്ട് ഓഫ് ഡാറ്റ വിച്ച് ഹാസ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് എംപ്ലോയീസ് ആൻഡ് ആർ നോട്ട് നീഡഡ് ടു ആക്സസ് ഇൻഫർമേഷൻ അബൌട്ട് കസ്റ്റമർ അക്കൗണ്ട്സ്. അതായത് ഒരു പേറോൾ പേഴ്സോണൽ ആണെങ്കിൽ ആ ആൾക്ക് എന്ത് മതി? എംപ്ലോയീസിന്റെ മാത്രം ഇൻഫർമേഷൻ മതി, കസ്റ്റമറിന്റെ ഇൻഫർമേഷന്റെ ആവശ്യമില്ല. അതായത് ഓരോരുത്തർക്കും എന്താ ഒരു കമ്പനിയിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാർ കാണും. അപ്പം എന്താ അവർക്കുള്ള പൊസിഷൻ അനുസരിച്ച് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും, ഒരു ലിമിറ്റേഷൻസ് കാണും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് DBMS അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൺട്രോളിങ് റെഡൻഡൻസി, റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ, റെസ്ട്രിക്റ്റിംഗ് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റിംഗ് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ കാണും. അതിനപ്പുറത്തേക്ക് എന്താ പറയുക, അതായത് സെക്യൂരിറ്റി ഉണ്ട്, അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഫോർ എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിംഗ് അറിയാലോ, പ്രൊവൈഡിങ് ബാക്കപ്പ് ആൻഡ് റിക്കവറി, അതായത് എന്തെങ്കിലും ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. പ്രൊവൈഡ് മൾട്ടിപ്പിൾ യൂസർ ഇന്റർഫേസസ് റെപ്രസെന്റിംഗ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അമൗണ്ട് ഡാറ്റ, എൻഫോഴ്സിംഗ് ഇന്റഗ്രിറ്റി കോൺസ്ട്രെയിൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ പെർമിറ്റിംഗ് ഇൻഫറൻസിങ് ആൻഡ് ആക്ഷൻസ് യൂസിംഗ് റൂൾസ്. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞിരിക്കുന്ന ഹാർഡ്വെയറിന്റെ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ്, ഡാറ്റ കൺവേർഷന്റെ കോസ്റ്റ്, സ്റ്റാഫ് ട്രെയിനിങ്, അതായത് DBMS യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ട്രെയിനിങ് വേണം, അങ്ങനെ കോസ്റ്റ് ഓഫ് സ്റ്റാഫ് ട്രെയിനിങ്, അപ്പോയിന്റിംഗ് ടെക്നിക്കൽ സ്റ്റാഫ്, ഡാറ്റാബേസ് ഡാമേജ്. പിന്നെ ഒരു ഡാറ്റാബേസ് DBMSന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. അതായത് ആ ഓരോ യൂസറും എന്താ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത്, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഡാറ്റാബേസ് യൂസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. A primary goal of database is to retrieve information from and store new information in the database. People who work with the database can be categorized as database users or database administrators. അതായത് ഒരു ഡാറ്റാബേസുമായിട്ട് വർക്ക് ചെയ്യുന്നവരെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന് ഡാറ്റാബേസ് യൂസേഴ്സും മറ്റേത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് തരമുണ്ട്. നെയ്വ് യൂസേഴ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, പിന്നെ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്. നെയ്വ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ unsophisticated users who interact with the system by using predefined user interface such as web or mobile application. ഏതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷനോ വെബ് ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ട് എന്താ DBMS യൂസ് ചെയ്യുന്ന ആളാണ് നെയ്വ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയാൻ പറയല്ലോ പ്രൊഫഷണൽസ്. അവർ പ്രൊഫഷണൽസിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽസ് ഈ ഒരു അതായത് നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ നെയ്വ് യൂസേഴ്സ് ഉണ്ട്, അവർ ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ വെബ് ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അതേസമയം ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്. അവർ യൂസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഇനി സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം വിത്തൗട്ട് റൈറ്റിംഗ് പ്രോഗ്രാംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാംസ് ഒന്നും റൈറ്റ് ചെയ്യാതെ ഈ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കാറ്റഗറിയാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അവർ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്നതിന് അവർ യൂസ് ചെയ്യുന്നത് കൊറി ലാംഗ്വേജ്. കൊറി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. പിന്നെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹു ഹാസ് സച്ച് സെൻട്രൽ കൺട്രോൾ ഓഫ് ദ സിസ്റ്റം ഈസ് കോൾഡ് ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഡാറ്റാബേസിന്റെ ഫുൾ കൺട്രോൾ, സെൻട്രൽ കൺട്രോൾ ഉള്ള ആളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇനി ഡാറ്റാബേസിന്റെ ഫങ്ഷൻസ് കുറച്ച് പറയുന്നത് സ്കീമ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ്സ് ഒറിജിനൽ ഡാറ്റാബേസ് സ്കീമ ബൈ എക്സിക്യൂട്ടിംഗ് എ സെറ്റ് ഓഫ് ഡാറ്റ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ DDL. നമുക്കറിയാലോ സ്കീമ എന്ന് പറയുമ്പോൾ ആ ഡാറ്റാബേസിന്റെ ഡെഫിനിഷൻ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ, ആ പാരാമീറ്റേഴ്സ് എന്തൊക്കെയുണ്ട്, ആ ഡാറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ. നമുക്ക് ആ സ്കീമയിലോ അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്താനോ ഇംപ്രൂവ് ചെയ്യാനോ ഒക്കെ. അതാണ് സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ. പിന്നെ ഗ്രാന്റിംഗ് ഓഫ് ഓതറൈസേഷൻ ഫോർ ഡാറ്റ ആക്സസ്. ഒരു ഡാറ്റ ആരൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ള ആർക്കൊക്കെ ഗ്രാന്റ് ചെയ്യണം, ആക്സസ് ഗ്രാന്റ് ചെയ്യണം എന്നുള്ളത്.
പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ടേഴ്സ് ഓൺ ദ സീൻ. ദ പീപ്പിൾ ഹൂസ് ജോബ്സ് ഇൻവോൾവ് ദ ഡേ ടു ഡേ യൂസ് ഓഫ് എ ലാർജ് ഡാറ്റാബേസ് ആർ കോൾഡ് ആസ് ദ ആക്ടേഴ്സ് ഓൺ ദ സീൻ. ആക്ടേഴ്സ് ഓൺ ദ സീൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ ബേസിസിൽ ഈ ഒരു ലാർജ് ഡാറ്റാബേസസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അത് പലതരം ഉണ്ട്. ഫസ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ഉണ്ട്, എൻഡ് യൂസേഴ്സ് ഉണ്ട്, സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്. അതായത് ഡേ ടു ഡേ ലൈഫിൽ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നവര്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു, സെൻട്രൽ കൺട്രോൾ ഉള്ളവര്, ഡാറ്റാബേസ് ഡിസൈനേഴ്സ്, എൻഡ് യൂസേഴ്സ്, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, പിന്നെ വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ. ദ പീപ്പിൾ ഹു വർക്ക് ടു മെയിൻറ്റെയിൻ ദ ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ് ബട്ട് ഹു ആർ നോട്ട് ആക്റ്റീവ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഡാറ്റാബേസ് കണ്ടന്റ്സ് as part of their daily job are called as workers behind the scene. അതായത് ഇവര് വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ബേസിസിൽ അവർ ഇത് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അവർ ആ സിസ്റ്റം എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നത് അവരാ. അങ്ങനെയുള്ളവരാണ് DBMS സിസ്റ്റം ഡിസൈനേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റേഴ്സ്, ടൂൾ ഡെവലപ്പേഴ്സ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് പേഴ്സോണൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഇമ്പോർട്ടൻ്റ്. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രിക്റ്റ് ഫോർമാറ്റ് കാണും. It has been organized in a format or repository that is typically a database. ഒരു ഡാറ്റ ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് ഫോർമാറ്റ് എന്ന് വെച്ചാൽ ആ ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് സ്ട്രക്ചർ കാണും. ആ സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ ഡാറ്റയും ആ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. It consists all data which can be stored in the database SQL in a table with rows and columns. എക്സാമ്പിൾ പറഞ്ഞാൽ റോസ് കോളംസിൽ സ്റ്റോർ ചെയ്യുന്നു. അതായത് റിലേഷണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ റോസ് ആൻഡ് കോളംസിൽ സ്റ്റോർ ചെയ്യുന്നത്, അതാ സ്ട്രക്ചേർഡ് ഡാറ്റയുടെ എക്സാമ്പിൾ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ, ഇൻഫോർമേഷൻ ദാറ്റ് ഡസ് നോട്ട് റിസൈഡ് ഇൻ എ റിലേഷണൽ ഡാറ്റാബേസ് ബട്ട് ദാറ്റ് ഹാസ് സം ഓർഗനൈസേഷണൽ പ്രോപ്പർട്ടീസ് ദാറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ടു അനലൈസ്. അതായത് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുമ്പം അത് റിലേഷണൽ ഡാറ്റാബേസിലല്ല, അതായത് റോസ് ആൻഡ് കോളംസ് ആയിട്ടല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പക്ഷെ അതിന് കുറച്ച് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് വെച്ചിട്ട് അത് വേഗം അനലൈസ് ചെയ്തെടുക്കാനായിട്ട് വെക്കും. അതാ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നൊന്നും തീരുമാനിക്കുന്നില്ല. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഡാറ്റയും ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യണമെന്നില്ല. അതാ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പ്രോസസ്സ് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അത് റിലേഷൻ ഡാറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും നോക്കും. ഇനിയും അതിന്റെ എക്സാമ്പിളാണ് XML ഡാറ്റ. അതായത് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നൊന്നും വിചാരിക്കത്തില്ല. പിന്നെ സ്റ്റോർ ചെയ്യുമ്പോൾ ആ കുറച്ച് ഡാറ്റയൊക്കെ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, ബാക്കിയുള്ളതൊന്നും ഇത് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നില്ലായിരിക്കും. അതിന്റെ എക്സാമ്പിളാണ് XML ഡാറ്റ എന്ന് പറയുന്നത്. ഇനി അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുമ്പം ഇതിനെന്താ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഇല്ല, അത് ഓർഗനൈസ്ഡ് അല്ല. അതാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ റിലേഷണൽ ഡാറ്റാബേസിൽ ഫിറ്റ് ആവാത്തൊരു മോഡല്. പിന്നെ അതിന്റെ എക്സാമ്പിൾ വേർഡ്, PDF, ടെക്സ്റ്റ്, മീഡിയ ലോഗ്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ. പിന്നെ അതിന്റെ ഓരോ ഡിഫറൻസസ് ഫീച്ചേഴ്സും പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഡാറ്റ മോഡൽസ്. ഡാറ്റ മോഡൽസ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് കൺസെപ്റ്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ്സ്. സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്, ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡാറ്റ ടൈപ്സ്, അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സിന്റെ റിലേഷൻഷിപ്പ്, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനിയും കാറ്റഗറീസ് ഓഫ് ഡാറ്റ മോഡൽസ്. ഡാറ്റ മോഡൽസ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. ഹൈ ലെവൽ ഓർ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ, ലോ ലെവൽ ഓർ ഫിസിക്കൽ ഡാറ്റ മോഡൽ, റെപ്രസെന്റേഷണൽ ഓർ ഇംപ്ലിമെന്റേഷൻ ഡാറ്റ മോഡൽ. ഇനി ഹൈ ലെവൽ ഓർ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് കൺസെപ്റ്റ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ദ വേ മെനി യൂസേഴ്സ് പെർസീവ് ഡാറ്റ. അതായത് മിക്കവാറും കുറെ യൂസേഴ്സ് ഡാറ്റ പെർസീവ് ചെയ്യുന്ന, അതായത് പ്രൊവൈഡ് കൺസെപ്റ്റ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ദ വേ, അതായത് നമ്മൾ എന്താ പറയാ ആ ഒരു എൻറ്റിറ്റി ആട്രിബ്യൂട്ട് റിലേഷൻഷിപ്പ്, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ളത് ഹൈ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ എന്നാണ്. അതായത് മിക്കവാറും മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സ്, മെനി യൂസേഴ്സ്, കുറെ യൂസേഴ്സ് ഈ ഒരു വേയിലാണ് ഡാറ്റ വ്യൂ ചെയ്യുന്നത്. DBMSനകത്ത് കുറെ യൂസേഴ്സ് ഈ ഒരു രീതിയിലാണ് ഡാറ്റ വ്യൂ ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. അപ്പൊ ഹൈ ലെവലിനകത്ത് വരുന്ന കൺസെപ്റ്റ്സ് ആണ് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ്. എൻറ്റിറ്റി എന്ന് പറയുമ്പം അറിയാലോ, ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി നമ്മളാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എൻറ്റിറ്റി നമ്മളിപ്പോൾ എംപ്ലോയി ആണ് അവിടുത്തെ എൻറ്റിറ്റി. എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട് എന്തായിരിക്കും? എംപ്ലോയി ID, എംപ്ലോയി നെയിം, അതൊക്കെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ആ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് ആട്രിബ്യൂട്ട്. പിന്നെ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ 2 എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
അതാണ്, അതായത് രണ്ട് എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് ലോ ലെവൽ എന്ന് പറയുമ്പം പ്രൊവൈഡ് കൺസെപ്റ്റ്സ് ആർ ഡിസ്ക്രൈബ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ഡാറ്റ ഇസ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. എങ്ങനെയാണ് ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ. ആ പേരിൽ തന്നെ ഉണ്ട് ഫിസിക്കൽ ഡാറ്റ മോഡൽ. എങ്ങനെയാണ് ഈ ഡാറ്റ ഫിസിക്കലി നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലോ ലെവലിനകത്ത് വരുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താ, റെക്കോർഡ് ഫോർമാറ്റിലാണോ, റെക്കോർഡ് ഓർഡറിംഗ് ആണോ, ആക്സസ് പാത്ത് യൂസ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ അതിനകത്ത് വരുന്നത്. ഇനി റെപ്രസെന്റേഷൻ ഓർ ഇംപ്ലിമെന്റേഷൻ ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ which provide concepts that may be understood by end users but that are not too far removed from the way data is organized within the computer. അതായത് എൻഡ് യൂസേഴ്സിന് കൂടുതൽ മനസ്സിലാകാൻ പറ്റുന്നത്, അതായത് റിലേഷണൽ ഡാറ്റ മോഡൽ, നെറ്റ്വർക്ക് ഹൈറാർക്കി. റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ റോസ് ആൻഡ് കോളംസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, അതൊക്കെയാണ് റെപ്രസെന്റേഷൻ ഡാറ്റ മോഡൽസിന്റെ എക്സാമ്പിൾ. പിന്നെ സ്കീമാസ്, ഇൻസ്റ്റൻസ് ആൻഡ് ഡാറ്റാബേസ് സ്റ്റേറ്റ്. ഒരു ഡാറ്റാബേസിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ ആണ് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്റ്റുഡന്റിന്റെ സ്കീമ എങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതായത് അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം കൂടെ എടുത്തത്, നെയിം, സ്റ്റുഡന്റ് നമ്പർ, ക്ലാസ്, മേജർ. ഡിസ്പ്ലേഡ് സ്കീമ ഇസ് കോൾഡ് സ്കീമ ഡയഗ്രാം. ഇങ്ങനെ സ്കീമ വരച്ച് കാണിക്കുന്നതാണ് സ്കീമ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഓരോ ഒബ്ജക്റ്റിനും സ്കീമ കൺസ്ട്രക്ട് എന്ന് പറയാം. പിന്നെ ദ ഡാറ്റ ഇൻ ഡാറ്റാബേസ് അറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓർ മൊമെന്റ് ഓഫ് എ ടൈം ഇസ് കോൾഡ് ഡാറ്റാബേസ് സ്റ്റേറ്റ് ഓർ സ്നാപ്ഷോട്ട്. ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നമ്മൾ ഒരു ഡാറ്റാബേസിലുള്ള ഡാറ്റയ്ക്ക് പറയുന്ന പേര് ആ ഡാറ്റാബേസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എന്ന് പറയാം. അതായത് ആ ഒരു ടൈമിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു എന്താ ഡാറ്റാബേസിലുള്ള ഡാറ്റാസ്, അതായത് ഈ ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്നത്, അതായത് നെയിം, സ്റ്റുഡന്റ് നമ്പർ, ക്ലാസ്, മേജർ, രണ്ട് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് അന്നേരം നോക്കുമ്പം നമുക്ക് ഈ രണ്ട് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ അപ്ഡേഷൻസോ വരാനുള്ള ചാൻസ് ഉണ്ട്. The schema is not supposed to change frequently, but it is not uncommon that changes occasionally need to be applied to the schema as the application recommends. It is called schema evolution. അതായത് സ്കീമ നമ്മളാണെങ്കിൽ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും ചേഞ്ച് ചെയ്യാറില്ല, പക്ഷെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. അതിന് പറയുന്ന പേരാണ് സ്കീമ എവല്യൂഷൻ. ഇനിയും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ത്രീ സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ത്രീ സ്കീമ ആർക്കിടെക്ചറിനകത്ത് മൂന്ന് ലെവലുണ്ട്: എക്സ്റ്റേണൽ ലെവല്, കൺസെപ്ച്വൽ ലെവല്, ഇന്റേണൽ ലെവല്. പിന്നെ എൻഡ് യൂസേഴ്സ്, എക്സ്റ്റേണൽ വ്യൂ, കൺസെപ്ച്വൽ സ്കീമ, ഇന്റേണൽ സ്കീമ, പിന്നെ സ്റ്റോർഡ് ഡാറ്റാബേസ്. അത് ആ ഒരു ഡയഗ്രാം പഠിക്കണം. പിന്നെ ഓരോ ലെവലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്റേണൽ ലെവൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്റേണൽ ലെവൽ ഒരു ഇന്റേണൽ സ്കീമാണ്. അതെന്ന് പറയുമ്പോൾ ആ സ്കീമയ്ക്കകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം ആ ഒരു ഡാറ്റാബേസിനകത്ത് ഡാറ്റ എങ്ങനെ ഫിസിക്കലി സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതാണ് ഇന്റേണൽ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ഡാറ്റ മോഡൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ ഡാറ്റയുടെ സ്ട്രക്ചർ, ആക്സസ് പാത്ത്, ഇതൊക്കെയാണ് ഇന്റേണൽ ലെവലിനകത്ത് വരുന്നത്. കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുമ്പം ഇവിടെ കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ വേൾഡ് ഡാറ്റാബേസ് ഫോർ എ കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സ്. ഒരു സ്പെസിഫിക് അതായത് ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സിന് വേണ്ടി മാത്രം ആ ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യും. അതായത് ആ ഒരു കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സിന്റെ വ്യൂ, അവർക്ക് എങ്ങനെയാണോ വ്യൂ ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കും ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് കൺസെപ്ച്വൽ സ്കീമ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്റ്റോറേജ്, അതായത് ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സ്, അവർക്കാണെങ്കിൽ ഫിസിക്കൽ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അവർക്ക് അതിനകത്തുള്ള എൻറ്റിറ്റി, ഡാറ്റാ ടൈപ്സ്, റിലേഷൻഷിപ്പ്, ആ എൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസ് മതി. അവർക്ക് അത് എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് അറിയണ്ട. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു കൺസെപ്ച്വൽ ലെവലിനകത്ത് ഫിസിക്കൽ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ട്, ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഹൈഡ് ചെയ്തിട്ട് ബാക്കി എൻറ്റിറ്റി, ഡാറ്റാ ടൈപ്പ്, റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ എന്ന് പറയുമ്പോൾ external schema or user views describe the part of the database. അതായത് ഒരു പർട്ടിക്കുലർ യൂസർ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഉള്ള ഡാറ്റാസ് മാത്രം കാണിക്കും, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യും. അതാ എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ എന്ന് പറയുന്നത്. പിന്നെന്തുള്ള ഇനി മാപ്പിങ്സ് എന്ന് പറയുമ്പം ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് റിക്വസ്റ്റ് ആൻഡ് റെസിസിബിലിറ്റി ലെവൽസ് ആർ കോൾഡ് മാപ്പിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ ഒരു റിക്വസ്റ്റും റിസൾട്ട്സും തമ്മിൽ, അതായത് നമ്മളിപ്പോൾ അതായത് ഇപ്പോൾ സർട്ടൻ എമൗണ്ട് ഓഫ് മാപ്പിംഗ് ഇസ് നെസസറി ടു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ബിറ്റ്വീൻ കൺസെപ്ച്വൽ ആൻഡ് ഇന്റേണൽ ലെവൽസ്. ഇപ്പം പറഞ്ഞ കൺസെപ്ച്വൽ, ഇന്റേണൽ, എക്സ്റ്റേണൽ ലെവൽസ് തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ റിക്വസ്റ്റോ എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മാപ്പിങ്സ് എന്ന് പറയുന്നത്. പിന്നെ
ഡാറ്റ ഡിപ്പെൻഡൻസ്, ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പം അതെന്ന് പറയുമ്പോൾ നമ്മൾ 3 ലെവൽ പറഞ്ഞെന്താ, എക്സ്റ്റേണൽ ലെവലുണ്ട്, കൺസെപ്ഷൻ ലെവലുണ്ട്, ഇന്റേണൽ ലെവലുണ്ട്. അപ്പം നമ്മൾ ഒരു ലെവലിലെ സ്കീമ അതിന്റെ ഹയർ ലെവലിനെ എഫക്റ്റ് ചെയ്യാതെ ചേഞ്ച് ചെയ്യുന്നതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. 2 തരമുണ്ട്, അത് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ഉണ്ട്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ഉണ്ട്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്കീമ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാതെ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാം, കൺസെപ്ഷൻ സ്കീമ ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഈ ഒരു കൺസെപ്ഷൻ സ്കീമ നമുക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കും. അതിന്റെ ഹയർ ലെവൽ ആരാ, എക്സ്റ്റേണൽ സ്കീമ. ആ എക്സ്റ്റേണൽ സ്കീമ ചേഞ്ച് ചെയ്യാതെ കൺസെപ്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കും. അതാണ് നമ്മളിപ്പോ പറഞ്ഞ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇനി ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇന്റേണൽ സ്കീമ ചേഞ്ച് ചെയ്യാം വിത്തൗട്ട് എഫക്റ്റിംഗ് എന്താ കൺസെപ്ഷൻ സ്കീമ. ഇനി ഡാറ്റാബേസ് ലാംഗ്വേജസ് ഏതൊക്കെ തരമുണ്ടെന്ന്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉണ്ട്, സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ് ഉണ്ട്, വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉണ്ട്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഉണ്ട്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് അതിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ ഇന്റേണൽ സ്കീമയൊക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ സ്കീമ സ്പെസിഫൈ ചെയ്യാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ യൂസർ എങ്ങനെ വ്യൂ ചെയ്യുന്നത് അതിന്റെ മാപ്പിംഗ്സും ഒക്കെ. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഡാറ്റ റിട്രീവ് ചെയ്യാന്, ഇൻസേർട്ട് ചെയ്യാന്, ഡിലീറ്റ് ചെയ്യാന്, മോഡിഫൈ ചെയ്യാനുള്ളതൊക്കെ. പിന്നെ 2 തരത്തിലുള്ള ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ഓർ നോൺ പ്രൊസീജർ, ലോ ലെവൽ ഓർ പ്രൊസീജർ DML ഉണ്ട്. ഹൈ ലെവൽ എന്ന് പറയുമ്പം കോംപ്ലക്സ് ഡാറ്റാബേസ് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നതാണ്. ലോ ലെവൽ എന്ന് പറയുമ്പോൾ എന്ത്, ജനറൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന. പിന്നെ DBMS ഇന്റർഫേസസ് എന്ന് പറയുമ്പം യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ് പ്രൊവൈഡ് ബൈ DBMS. കുറച്ച് DBMS ഇന്റർഫേസസിന്റെ പേര് എക്സാമ്പിൾസ് കൊടുത്തതേ ഉള്ളൂ. മെനു ബേസ്ഡ് ഇന്റർഫേസ് ഉണ്ട്. മെനു ബേസ്ഡ് ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ക്ലയൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്, ബ്രൗസ് ചെയ്യാനും ഒക്കെ. പിന്നെ ഫോംസ് ബേസ്ഡ് ഇന്റർഫേസ് ഉണ്ട്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ്, സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇന്റർഫേസസ് ഫോർ പാരാമെട്രിക് യൂസേഴ്സ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ER മോഡൽ. ER ഡയഗ്രാം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് എ ടെക്നിക്കൽ മെത്തഡ്, ഹൈ ലെവൽ കൺസെപ്ച്വൽ data model. It is used for conceptual data design for database applications. Collection of entities and their property, attributes and relationship between them. Diagrammatic representation and easy to understand for non-technical users. ഒരു ER ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ മെത്തേഡ് അല്ല. നമ്മൾ അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. അതായത് ആ ഒരു അതായത് ടെക്നിക്കൽ മെത്തേഡ് അല്ലെന്ന് പറഞ്ഞില്ല. അതായത് അത് ഒരു ഡയഗ്രാം കണ്ട് മനസ്സിലാക്കാൻ പ്രൊഫഷണൽസിന് മാത്രമല്ല സാധാരണക്കാർക്കായാലും ആ ഡയഗ്രാം കണ്ടിട്ട് അത് എന്തുവാന്ന് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനത്തെ ഡയഗ്രാംസ് ആണ് ഡയഗ്രാം. അതെന്ന് പറയുമ്പോൾ എൻറ്റിറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസ്, ആട്രിബ്യൂട്ട്സും അത് തമ്മിലുള്ള റിലേഷനുമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുമ്പോൾ സിമിലർ ആട്രിബ്യൂട്ട് ഉള്ള എൻറ്റിറ്റിയുടെ കളക്ഷൻസ് ആണ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ. വി യൂസ് എ റെക്ടാങ്കിൾ ടു റെപ്രസെന്റ് ആൻ എൻറ്റിറ്റി ടൈപ്പ് ഇൻ ഡയഗ്രാം, നോട്ട് എൻറ്റിറ്റി ടൈപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു റെക്ടാങ്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻറ്റിറ്റി സെറ്റ്, സെയിം ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിന്റെ കളക്ഷൻ. അതായത് ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള സെയിം ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിന്റെ കളക്ഷൻ ആണ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് എൻറ്റിറ്റി സെറ്റിന്റെ സൂപ്പർ സെറ്റ് ആണ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എൻറ്റിറ്റി പറയുന്നുണ്ട്. ഇവിടെ ഒരു എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഒരു റെക്ടാങ്കിൾ, അതിനകത്ത് ആട്രിബ്യൂട്ട്സ് റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം, ഏജ്, മൊബൈൽ നമ്പർ ആണ്. ഇവിടെ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതേലും 2 റോസ് അല്ലെങ്കിൽ ട്യൂപ്പിൾസ് എടുത്താൽ മതി. 2 റോസ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ രണ്ട് ഇവിടെ ആരൊക്കെ ഉണ്ട്, 2 സ്റ്റുഡന്റിനെ എടുക്കുക. ഏഞ്ചൽ, അനാലിസ്, അവർ 2പേരെയും കൂടെ കളക്ഷൻ. അതായത് സിമിലർ പ്രോപ്പർട്ടീസ് അല്ല അവർ 2പേരും സ്റ്റുഡൻസ് ആണ്, അവർക്ക് 2പേർക്കുള്ള ആട്രിബ്യൂട്ട്സ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ അവരെ എന്താക്കിയിരുത്, എൻറ്റിറ്റി സെറ്റ് ആക്കി എഴുതാം. ഇനി ഇതിനെ ER ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എൻറ്റിറ്റി ടൈപ്പ്. അതൊരു റെക്ടാങ്കിളിനകത്ത് കൊടുത്തു. പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സ് നമ്മളാണെങ്കിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനിയും
attributes, the properties of entity that basically describes it. Attributes എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ, എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ് attributes എന്ന് പറയുന്നത്. ഒരു എംപ്ലോയി ആണ് എൻറ്റിറ്റി എങ്കിൽ എംപ്ലോയി നമ്പർ, എംപ്ലോയി സാലറി, എംപ്ലോയി നെയിം ആയിരിക്കും അതിന്റെ attributes എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിലൊരു ഡൊമെയിൻ കാണും. ആ ഡൊമെയിനിൽ നിന്നായിരിക്കും ഈ ആട്രിബ്യൂട്ടിന്റെ എന്താ വാല്യൂസ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പൊ ഒരു എന്താ പറയുക, എംപ്ലോയി നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മോസ്റ്റ്ലി അല്ലെങ്കിൽ എംപ്ലോയി നമ്പർ അല്ലെങ്കിൽ എംപ്ലോയി സാലറി എന്ന് പറയുമ്പോൾ അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. ആ ഒരു വാല്യൂസ് മാത്രമേ അതിനകത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് ആ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ എംപ്ലോയി നമ്പർ പറയുവാണെങ്കിൽ, എംപ്ലോയി നമ്പർ അല്ല, എംപ്ലോയി സാലറി പറയുവാണെങ്കിൽ എന്താ, അതിനകത്ത് നമ്പേഴ്സ് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഇത്ര സാലറി വരെ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് പറ്റാവുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആട്രിബ്യൂട്ട്, ഇപ്പൊ എംപ്ലോയി സാലറി എടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയി സാലറിക്കകത്ത് പോസിബിൾ ആയിട്ട് വരാൻ പറ്റുന്ന വാല്യൂസ്, അങ്ങനെ ആ പോസിബിൾ ആയിട്ട് വരാൻ പറ്റുന്ന വാല്യൂസിന്റെ സെറ്റാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതായത് ആ ആട്രിബ്യൂട്ട്സിനകത്ത് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഡൊമെയിനിൽ നിന്നായിരിക്കും. ആട്രിബ്യൂട്ട്സ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഓവലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റുഡന്റിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഓവലിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട് ഉണ്ട്. ഇനി ആട്രിബ്യൂട്ട്സിന്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഉണ്ട്, സിംഗിൾ വാല്യൂഡ് അല്ലെങ്കിൽ മൾട്ടി വാല്യൂഡ് ഉണ്ട്, സ്റ്റോർഡ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഉണ്ട്. സിമ്പിൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ, സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറ്റി, സ്റ്റേറ്റ്, ക്ലാസ്, ഏജ്, റോൾ നമ്പർ, അതിനൊക്കെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ ഒക്കും. ഇപ്പം നെയിമിനെ ആണെങ്കിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. അഡ്രസ്സിനെ ആണെങ്കിൽ സ്ട്രീറ്റ്, സിറ്റി, കൺട്രി, സ്റ്റേറ്റ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ വാല്യൂഡ് അല്ലെങ്കിൽ മൾട്ടി വാല്യൂഡ്. സിംഗിൾ വാല്യൂഡ് എന്ന് പറയുമ്പോൾ അതിന് എന്താ ഒറ്റ വാല്യൂ കാണത്തുള്ളൂ. എക്സാമ്പിൾ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ യൂണീക്ക് ആണ്, അതിന് ഒറ്റ വാല്യൂ ഉള്ളൂ. മൾട്ടി വാല്യൂഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് തന്നെ 2-3 മൊബൈൽ നമ്പർ അല്ലെങ്കിൽ 2-3 ഇമെയിൽ ID പറ്റും. അങ്ങനെയുള്ള മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഡബിൾ ഓവൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സ്റ്റോർഡ് വെർസസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. സ്റ്റോർഡ് വെർസസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അയാളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇവിടെ സ്റ്റോർഡ് ആട്രിബ്യൂട്ട് ഏതാ, ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് അത് ഓൾറെഡി അവിടെ ഉണ്ട്, ഏജ് നമ്മൾ അതിൽ നിന്ന് എടുത്തതാ. അപ്പോൾ അതെന്താ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. അതിനെ നമുക്ക് ഒരു ഡോട്ടഡ് ഓയിൽ വെച്ചിട്ട് കാണിക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആട്രിബ്യൂട്ട്. കോംപ്ലക്സ് ആട്രിബ്യൂട്ട് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കോമ്പോസിറ്റ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടും മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിന്റെ കോമ്പിനേഷൻ ആണ് കോംപ്ലക്സ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് ആ കോംപ്ലക്സ് ആട്രിബ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ നമ്മൾ പാരാന്തസിസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് അഡ്രസ് ഫോൺ ആട്രിബ്യൂട്ട് വിൽ ഹോൾഡ് ബോത്ത് അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ ഓഫ് എൻ പേഴ്സൺ. നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കോമ്പോസിറ്റിന്റെയും മൾട്ടി വാല്യൂടെയും കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. അഡ്രസ് എന്ന് പറയുന്നത് എന്തോ ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, ഫോൺ നമ്പർ എന്തോ ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പൊ അഡ്രസ് ഫോൺ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ആളുടെ അഡ്രസ്സും കാണും, അതായത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് കാണും, ഫോൺ നമ്പറും കാണും, അതായത് എന്താ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പൊ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതൊരു കോംപ്ലക്സ് ആട്രിബ്യൂട്ട് ആയതുകൊണ്ട് കേളി ബ്രാക്കറ്റ് കൊടുത്തു. അഡ്രസ് എന്തുവാ, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. അപ്പൊ അതിനെ പാരാന്തസിസിനകത്ത് കൊടുത്തിട്ട് കോമ, പിന്നെ അതിന്റെ എന്താ ഫോൺ നമ്പർ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അങ്ങനെ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ, നൾ വാല്യൂ ഇസ് വാല്യൂ വിച്ച് ഇസ് നോട്ട് ഇൻസൈഡ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് സീറോ വാല്യൂ. അതായത് നൾ വാല്യൂ എന്ന് വെച്ചാൽ സീറോ വാല്യൂ ഉണ്ടെന്നല്ല, അത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടില്ല, അവിടെ എന്താ പറയാ വോയിഡ്, അവിടെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ളതാണ് നൾ വാല്യൂ. അതായത് മൊബൈൽ നമ്പർ അഡ്രസ് ഓഫ് എ പേഴ്സൺ മേ നോട്ട് ബി ഹാവിംഗ് മൊബൈൽ ഫോൺസ്. അതായത് എല്ലാ ആൾക്കാർക്കും ഇപ്പം മൊബൈൽ നമ്പർ ആട്രിബ്യൂട്ട്സ് ഓഫ് എ പേഴ്സൺ മേ നോട്ട് ബി ഹാവിംഗ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ഒക്കോ ഇല്ല. അപ്പൊ ആ ഒരു ആട്രിബ്യൂട്ട് അവിടെ നള്ളായിട്ടേ കൊടുക്കാൻ നമുക്ക് ഒക്കത്തുള്ളൂ. ഇനി കീ ആട്രിബ്യൂട്ട് ഇൻ ആൻ എൻറ്റിറ്റി ടൈപ്പ്. കീ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പം ആ ഒരു യുണീക്ക് വാല്യൂ കാണും. കീ ആട്രിബ്യൂട്ട്സ് വിൽ ബി ഹാവിംഗ് യുണീക്ക് വാല്യൂ ഫോർ ഈച്ച് എൻറ്റിറ്റി ഓഫ് ദാറ്റ് ആട്രിബ്യൂട്ട്. അതായത് ആ ഒരു എൻറ്റിറ്റി ടൈപ്പിനകത്ത് ഏത് എൻറ്റിറ്റി എടുത്താലും ആ ആൾക്ക് ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, റോൾ നമ്പർ പറയാം. അതായത് ഇപ്പോൾ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റുഡൻസിന് എന്താ ഓരോ റോൾ നമ്പർ ആയിരിക്കും. അത് നമ്മൾ എങ്ങനെ നോക്കിയാലും എന്താ ഒരാൾക്ക് ഒരു റോൾ നമ്പർ എന്ന് പറയുന്നത് ഓരോ എൻറ്റിറ്റിക്ക് മാത്രമുള്ളതായിരിക്കും. അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ളതാണ് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസിന് പറയുന്നത് കീ എന്ന് പറയുന്നത്. ഇനി ഡൊമൈൻ ഓഫ് വാല്യൂ സെറ്റ് ഓഫ് ആൻ ആട്രിബ്യൂട്ട്. നമ്മൾ പറഞ്ഞു ഡൊമൈൻ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. അതായത് ഒരു ആട്രിബ്യൂട്ടിനകത്ത് വരാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ്. ഇപ്പൊ ഗ്രേഡ് ആണെങ്കിൽ അവിടെ പറ്റുന്ന എന്താ
വാല്യൂസ് എന്തൊക്കെയാ ABCF അങ്ങനത്തെ എന്താ പറയുക ആൽബബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആൽബബറ്റ്സിന്റെ സെറ്റ് മാത്രമേ നമുക്ക് ഗ്രേഡ് ആയിട്ട് കൊടുക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയാം, എംപ്ലോയി ജോൺ വർക്ക്സ് ഓൺ എ പ്രോഡക്റ്റ് എച്ച് പ്രോജക്ട് ഓർ എംപ്ലോയി ഫ്രാങ്ക്ലി മാനേജസ് ദ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. അതായത് എംപ്ലോയിയും പ്രൊജക്റ്റും തമ്മിലുള്ള റിലേഷൻ. ഒരു എംപ്ലോയി ജോൺ ആണെങ്കിൽ എന്താ ഒരു പ്രോഡക്റ്റ് എച്ച് എന്ന് പറയുന്ന പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു റിലേഷൻഷിപ്പാണ്. അതായത് എംപ്ലോയിയും പ്രൊജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇനി അതിനകത്തുള്ള ടേംസ് ആ പറയുന്ന റിലേഷൻഷിപ്പ് ടൈപ്പ്, റിലേഷൻഷിപ്പ് സെറ്റ്, റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ്. റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻറ്റിറ്റി ടൈപ്പ് എന്താ പറയുന്നത്, സിമിലർ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുമ്പോൾ സിമിലർ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ്. ഇപ്പൊ സ്റ്റുഡൻറ് എൻറോൾഡ് ഇൻ എ കോഴ്സ്, ഒരു സ്റ്റുഡൻറ് ഒരു കോഴ്സിനകത്ത് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻ ഏതാ, സ്റ്റുഡൻറ് എൻറ്റിറ്റിയും കോഴ്സും എൻറ്റിറ്റിയും. ഇവിടെ എൻറോൾഡ് ഇൻ എന്ന് പറയുന്നതാണ് ഇവിടെ എന്താ റിലേഷൻഷിപ്പ്. ഇനി റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സെയിം ടൈപ്പ് ഓഫ് റിലേഷൻസ് ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് കോഴ്സ് നമ്മളിപ്പം പറഞ്ഞല്ലോ, സ്റ്റുഡൻറ് എൻറോൾഡ് ഇൻ എ കോഴ്സ്. ഇവിടെ നോക്കുവാണെങ്കിൽ എന്താ 3 സ്റ്റുഡൻസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റുഡൻറ് S1 എന്താ സെക്കൻഡ് കോഴ്സിൽ എൻറോൾ ചെയ്തു, സെക്കൻഡ് സ്റ്റുഡൻറ് ഫസ്റ്റ് കോഴ്സിൽ എൻറോൾ ചെയ്തു, തേർഡ് സ്റ്റുഡൻറ് തേർഡ് കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ 3 പേര് ചെയ്തേക്കുന്ന എന്താ കോഴ്സുകളിൽ എൻറോൾ ചെയ്തു, അതായത് അവരുടെ റിലേഷൻഷിപ്പ് സിമിലറാ. അപ്പൊ അതിനെല്ലാം കൂടെ ഒരു സെറ്റാക്കി എഴുതിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് നമ്മൾ എന്താ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുക. അതായത് ഇവിടെ സ്റ്റുഡന്റ് കോഴ്സ് എന്ന് പറയുന്ന രണ്ട് എൻറ്റിറ്റി ഉണ്ട്. സ്റ്റുഡന്റിന്റെ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഓവൽ ഇട്ട് കൊടുത്തു, സ്റ്റുഡന്റ് നമ്പർ സ്റ്റുഡന്റ് നെയിം. കോഴ്സിന്റെ ആട്രിബ്യൂട്ട് ആണ് കോഴ്സ് നമ്പർ. പിന്നെ റിലേഷൻഷിപ്പ് ഇവിടെ എന്താ രജിസ്റ്റേർഡ് ഇൻ അല്ലെങ്കിൽ എൻറോൾഡ് ഇൻ അങ്ങനെ കൊടുക്കാം. ഇനി ഈ ഡയഗ്രത്തിനകത്ത് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആ പറയുന്നത്, എൻറ്റിറ്റിക്ക് റെക്ടാങ്കിൾ, വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ ഡബിൾ റെക്ടാങ്കിൾ, ആട്രിബ്യൂട്ടിന് ഓവൽ, കീ ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഓവലിനകത്ത് ആ ഒരു ആട്രിബ്യൂട്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു ലൈൻ കൊടുക്കും, അണ്ടർലൈൻ ചെയ്യും. പിന്നെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഡോട്ടഡ് ഓവല്, മൾട്ടി വാല്യൂഡ് ആണെങ്കിൽ ഡബിൾ ഓവല്, കോമ്പസിറ്റ് ആണെങ്കിൽ ഓവലിന്റെ കൂടെ എന്താ അതായത് ഇപ്പൊ അഡ്രസ് ആണെങ്കിൽ അതൊരു ആട്രിബ്യൂട്ട്. അപ്പൊ അഡ്രസ് നമ്മൾ ഓവലിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അഡ്രസ്സിന്റെ തന്നെ എന്താ പറയാ ബാക്കി വരുന്ന എന്തൊക്കെയാണോ അത് കൊടുക്കുക. കോമ്പസിറ്റ് ആട്രിബ്യൂട്ട് വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കോമ്പസിറ്റ് ആട്രിബ്യൂട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്രസ് അതൊരു ആട്രിബ്യൂട്ട് ഓവലിന്റെ അകത്ത് കൊടുത്തു. ഇനി ആ അഡ്രസ്സിന് തന്നെ എന്തുണ്ട്, ഇപ്പൊ സിറ്റിയും സ്ട്രീറ്റും ഉണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കണം, ആ ഒരു ഓവലിനോട് റിലേറ്റ് ചെയ്ത് വേറൊരു ഓവൽ വരച്ചിട്ട് ആ ഓവലിനകത്ത് സിറ്റി അടുത്ത ഓവലിനകത്ത് സ്ട്രീറ്റ് അങ്ങനെ കൊടുക്കുക. അതാണ് കോമ്പസിറ്റ് ആട്രിബ്യൂട്ട്. ഇനി റിലേഷൻഷിപ്പ് ടൈപ്പ് ആണെങ്കിൽ ഡയമണ്ട് പോലെ അല്ലെങ്കിൽ റോംബസ്, ഐഡന്റിഫൈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡബിൾ ഡയമണ്ട് അല്ലെങ്കിൽ റോംബസ് കൊടുത്താൽ മതി. ഇനി കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം രണ്ട് തരം പറയുന്നുണ്ട്. നമുക്ക് 2 മെയിൻ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് കൺസ്ട്രെയിൻസ് ഉണ്ട് ഇവിടെ, മാപ്പിംഗ് കാർഡിനാലിറ്റീസും പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസും. ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് ടൈപ്സിന്റെ കൺസ്ട്രെയിൻസ് നമ്മൾ പറഞ്ഞു, രണ്ട് തരം പറഞ്ഞു, മാപ്പിംഗ് കാർഡിനാലിറ്റീസും പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസും. ഇനി ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പിന്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. യൂണറി റിലേഷൻഷിപ്പ് ഉണ്ട്, ബൈനറി റിലേഷൻഷിപ്പ് ഉണ്ട്, ടേർണറി റിലേഷൻഷിപ്പ് ഉണ്ട്. യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു എന്താ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താ സ്റ്റുഡൻറ് മോണിറ്റർ സ്റ്റുഡൻറ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് ലീഡർ ഉണ്ടെങ്കിൽ എന്താ ആ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ടൈപ്പ് ആണെങ്കിൽ സ്റ്റുഡൻസിനെ തന്നെ മോണിറ്റർ ചെയ്യുന്നു. സ്റ്റുഡൻസിൽ ഒരാളായിരിക്കുമല്ലോ ഇപ്പൊ ക്ലാസ് മോണിറ്റർ ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ലീഡർ ആയിട്ടെങ്കിൽ ആ ആൾ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരെല്ലാം നോക്കുന്നത്. അപ്പൊ അതൊരു യൂണറി റിലേഷൻഷിപ്പാണ്, സ്റ്റുഡൻറ് മോണിറ്റർ സ്റ്റുഡൻറ്. ഇനി ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് എൻറ്റിറ്റി വരും, എംപ്ലോയി വർക്ക്സ് ഇൻ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ രണ്ട് എൻറ്റിറ്റി ഉണ്ട്, ആരൊക്കെ, എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ്. ടേർണറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ 3 എൻറ്റിറ്റി വരും, ടീച്ചർ ടീച്ച് സ്റ്റുഡന്റ് അല്ലെങ്കിൽ എന്താ പറയാ അതിൻ്റെ കൂടെ കോഴ്സും വരുന്നുണ്ട്. അതായത് ടീച്ചർ ടീച്ച് കോഴ്സ് എന്ന് പറയാം, ടീച്ചർ ടീച്ച് സ്റ്റുഡന്റ് എന്നും പറയാം. ഇവിടെ എന്താ വരുന്നത്, 3 എൻറ്റിറ്റി വരുന്നുണ്ട്. ടീച്ചർ കോഴ്സും പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചർ കോഴ്സാണ് പഠിപ്പിക്കുന്നത്, ടീച്ചർ സ്റ്റുഡന്റിനെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് റിലേഷൻഷിപ്പ്. യൂണറി റിലേഷൻഷിപ്പ് എന്നാണ് സ്റ്റുഡന്റിന്റെ മോണിറ്ററിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈച്ച് റിലേഷൻഷിപ്പ് ഹാസ് നെയിം ഡിഗ്രി കാർഡിനാലിറ്റി റേഷ്യോ.
നമ്മൾ പറഞ്ഞ ഓരോ റിലേഷൻഷിപ്പിന് ആ റിലേഷൻഷിപ്പിന് ഒരു നെയിം കാണും, ഡിഗ്രി കാണും, കാർഡിനാലിറ്റി റേഷ്യോ ആണ്. നമ്മൾ റിലേഷൻഷിപ്പ് നെയിം ഡിഗ്രി പറഞ്ഞു. ഇനി കാർഡിനാലിറ്റി റേഷ്യോ പറയാം. കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ദ കാർഡിനാലിറ്റി റേഷ്യോ ഫോർ എ ബൈനറി റിലേഷൻ സ്പെസിഫൈ ദ മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ടു വിച്ച് ആൻ എൻറ്റിറ്റി ക്യാൻ ടേക്ക് പാർട്ട്. എന്താന്ന് പറയാം, അത് ടൈപ്സ് ആദ്യം പറയാം. 1-to-1 ഉണ്ട്, 1-to-many ഉണ്ട്, many-to-1 ഉണ്ട്, many-to-many ഉണ്ട്. നമ്മള് ഇപ്പം ഈ ഡയറക്റ്റഡ് ലൈൻ ആണ്, അതായത് ആരോ ഹെഡ് ഉള്ള ലൈനാണ് വൺ സിഗ്നിഫൈ ചെയ്യുന്നത്. മെനി സിഗ്നിഫൈ ചെയ്യാൻ സാധാ ഒരു അൺഡയറക്റ്റഡ് ലൈൻ ആണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു റിലേഷൻ കാർഡിനാലിറ്റി റേഷ്യോ എന്ന് പറയുമ്പം എത്ര നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് പറ്റുമെന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് 1-1-1, അതായത് ഒരു എൻറ്റിറ്റിയുടെ സിംഗിൾ ഇൻസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയുടെ സിംഗിൾ ഇൻസ്റ്റൻസിനോട്. അതായത് എക്സാമ്പിൾ പറയുന്നത് മെയിൽ മാരീഡ് ഫീമെയിൽ, അതാണ് എക്സാമ്പിൾ പറയുന്നത്. അതായത് ഒരു മെയിലിന് മാരി ചെയ്ത് ഒരു ഫീമെയിലിനെ, അപ്പം ആ രണ്ടിടത്തും ആരേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അതാ 1-to-1 എന്ന് പറയുന്നത്. ഒരു മെയില് മാരീഡ് ഒരു ഫീമെയിൽ, അപ്പൊ എന്താ പറയുന്നത്, ഒരാൾക്ക് ഒരാളേ ഉള്ളൂ, 1-to-1. അതാണ് എന്തെന്ന് പറയുന്നത് 1-to-1 റിലേഷൻഷിപ്പ്. പിന്നെ കസ്റ്റമർ ബോറോർ ലോൺ അത് കാണിക്കുന്നുണ്ട് ഇവിടെ. കസ്റ്റമർ ബോറോർ ലോൺ എന്ന് പറയുമ്പോൾ എന്താ, ഒരു കസ്റ്റമർ അത് നമുക്കാണെങ്കിൽ 1-to-1 സാഹചര്യം അനുസരിച്ചിരിക്കും, അത് അത്രയും പറയാനൊക്കത്തില്ല. ഒരു കസ്റ്റമറിന് തന്നെ മൾട്ടിപ്പിൾ ലോൺസ് വരാമല്ലോ. ഇനി 1-to-many എന്ന് പറയുമ്പോൾ when every entity of first entity set is related to at most maximum n entities of other entity set that it is 1-to-many. അതായത് ഒരു എൻറ്റിറ്റിയിൽ ഒരു ഇൻസ്റ്റൻസ് മറ്റേ എൻറ്റിറ്റിയുടെ കുറെ ഇൻസ്റ്റൻസിനോട് റിലേഷൻഷിപ്പ് കാണിക്കുക. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒത്തിരി എംപ്ലോയീസ് വരത്തില്ലേ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒത്തിരി എംപ്ലോയീസ് പറയും. ഇപ്പൊ കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കുറെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, പക്ഷെ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് അല്ലേ വരും. അപ്പൊ ഒറ്റ ഡിപ്പാർട്ട്മെന്റിന് കുറെ ആൾക്കാർ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് 1-to-many റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 1-to-1 പറഞ്ഞു, 1-to-many പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് many-to-1. 1-to-manyയിൽ തന്നെ വേറൊരു എക്സാമ്പിൾ വന്നേക്കാം, മാനേജറും പ്രോജക്റ്റ്. ഒരു മാനേജറിന് തന്നെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് പറ്റും. ഇനി many-to-1 എന്ന് പറയുമ്പം ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റിന്റെ മെനി എൻറ്റിറ്റീസ് വേറൊരു എൻറ്റിറ്റി സെറ്റിന്റെ ഒരു ഇൻസ്റ്റൻസുമായിട്ട് റിലേഷൻഷിപ്പ്. അതായത് കുറെ എംപ്ലോയീസ് ഒരു ഡിപ്പാർട്ട്മെന്റിനായിരിക്കും വർക്ക് ചെയ്യുന്നത്, അങ്ങനെ. പിന്നെ ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പം പിന്നെ many-to-many ഉണ്ട്. അതായത് ഒരു എൻറ്റിറ്റിയുടെ തന്നെ കുറെ ഇൻസ്റ്റൻസസ് വേറെ ഒരു എൻറ്റിറ്റിയുടെ കുറെ ഇൻസ്റ്റൻസസിനോട് റിലേഷൻഷിപ്പ് വരിക. അതായത് ഇപ്പൊ കുറെ ടീച്ചേഴ്സ് വേറെ കുറെ സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെ. അതാണ് many-to-many റിലേഷൻഷിപ്പ്. അതായത് ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജ് കുറെ ടീച്ചേഴ്സ് ആണ്, അവർ കുറെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അത് ഏതൊക്കെ റിലേഷൻ ആണെന്ന് കാണിക്കാൻ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പം പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. അതായത് ഇറ്റ് സ്പെസിഫൈസ് വെദർ ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ബീങ് റിലേറ്റഡ് ടു അനദർ എൻറ്റിറ്റി ത്രൂ റിലേഷൻഷിപ്പ് ടൈപ്സ്. റിലേഷൻഷിപ്പ് ടൈപ്സിൽ കൂടെ ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കാൻ. അതായത് നമ്മളിപ്പം എന്താ പറയാ, രണ്ട് തരമുണ്ട്. അതായത് ഈ ഒരു മാക്സിമം ആൻഡ് മിനിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് ഈച്ച് എൻറ്റിറ്റി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഈ ഒരു കൺസ്ട്രെയിൻ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതാണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇറ്റ് സ്പെസിഫൈസ് വെദർ ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ബീങ് റിലേറ്റഡ് ടു അനദർ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യാൻ അത് വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യണോ, അതാണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ. ഇനി ഈ കൺസ്ട്രെയിന് തന്നെ മാക്സിമം അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ്, അതായത് ഒരു എൻറ്റിറ്റിക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഇൻസ്റ്റൻസസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത് രണ്ട് രീതി പറയാം, മാക്സിമം പറ്റും മിനിമം പറ്റും എന്ന് പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങളെ പറയുന്നത് മാക്സിമം കാർഡിനാലിറ്റി മിനിമം കാർഡിനാലിറ്റി എന്ന്. മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റിക്ക് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ടൈംസ്. മിനിമം കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റിക്ക് റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന
പറയുന്ന മിനിമം നമ്പർ ഓഫ് ടൈംസ്. ഒന്നുകൂടെ പറയാം, പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിന്റ് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയാ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. അതായത് ഒരു എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പം എന്താ ലോണും കസ്റ്റമറും പറയുകയാണെങ്കിൽ ലോൺ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തായാലും ഒരു കസ്റ്റമർ കാണും. അതായത് ഏതെങ്കിലും ഒരു കസ്റ്റമർ ലോൺ എടുത്താലേ എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ലോൺ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതാ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു എൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ. ഇനിയും ആ കൺസ്ട്രെയിൻസിന് തന്നെ മാക്സിമം അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് പറയാം. അതായത് ഒരു എൻറ്റിറ്റിക്ക് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ടൈംസും കാണും, മിനിമം നമ്പർ ഓഫ് ടൈംസും കാണും. മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റിക്ക് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ടൈംസ്. മിനിമം കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ ആ എൻറ്റിറ്റിക്ക് ആ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് ടൈംസ്. ഇനി പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് തന്നെ രണ്ടു തരമുണ്ട്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, പാർഷ്യൽ പാർട്ടിസിപ്പേഷനും ഉണ്ട്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റി ടൈപ്പിനകത്തുള്ള എല്ലാ എൻറ്റിറ്റിയും അറ്റ്ലീസ്റ്റ് വൺ റിലേഷൻഷിപ്പിലേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എൻറ്റിറ്റി ടൈപ്പിലുള്ള എല്ലാ എൻറ്റിറ്റിയും അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോൺ ഇൻ ബോറോവർ ഇസ് ടോട്ടൽ. എവരി ലോൺ മസ്റ്റ് ഹാവ് എ കസ്റ്റമർ അസോസിയേറ്റ് വിയ ബോറോവർ. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു ലോണിൽ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു കസ്റ്റമർ എങ്കിലും വേണം. അതാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ ലൈൻസ് ആണ്. പിന്നെ അതിന്റെ മിനിമം മാക്സിമം കാർഡിനാലിറ്റി എങ്ങനെ M, N എന്ന് പറഞ്ഞ് പാരന്തസിസിനകത്ത് റെപ്രസെന്റ് ചെയ്യാം. അതായത് മിനിമം മാക്സിമം കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഇൻസ്റ്റൻസസ് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും, എത്ര ഇൻസ്റ്റൻസസ് മിനിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയി വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് എൻറ്റിറ്റി, വർക്ക്സ് ഫോർ ഇവിടെ റിലേഷനുമാണ്. എംപ്ലോയി വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെന്റ് എന്നല്ലേ പറഞ്ഞേ. അതായത് എംപ്ലോയി വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണല്ലോ. എന്തായാലും ഒരു എംപ്ലോയിക്ക് അതായത് ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള എംപ്ലോയി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തായാലും കാണും, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മെമ്പർ ആയിരിക്കും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ കാണിക്കും. അപ്പൊ ഡബിൾ ലൈൻ കൊടുത്തു. ഇനിയും അതിന്റെ മാക്സിമം കാർഡിനാലിറ്റി അല്ലെങ്കിൽ മിനിമം കാർഡിനാലിറ്റി കാണിക്കാൻ വേണ്ടി ഇവിടെ 2,9 വരും. അതിന്റെ മാക്സിമം കാർഡിനാലിറ്റി മിനിമം കാർഡിനാലിറ്റി 2,9 വരും. ഡിപ്പാർട്ട്മെന്റ് എന്തായാലും ഒന്നേ ഉള്ളൂ, മെനി ടു വണ്ണേ ഇവിടെ. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന് കുറെ എംപ്ലോയീസ് പറ്റും. അപ്പൊ എംപ്ലോയീസിന്റെ അവിടെ എമ്മും ഡിപ്പാർട്ട്മെന്റ് ഒന്നേ ഉള്ളൂ. ഇനിയും ഇവിടെ നമ്മൾ എത്ര എംപ്ലോയീസ് മാക്സിമം പറ്റും മിനിമം പറ്റും എന്നുള്ളതാ ആ ഒരു 2,9 എന്ന് പറഞ്ഞാൽ. അതായത് എത്ര ടൈംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എത്ര ടൈംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാ ആ ഒരു 2,9 എന്ന് പറഞ്ഞു. ഇവിടെ മാക്സിമം മിനിമം കാർഡിനാലിറ്റി മാക്സിമം കാർഡിനാലിറ്റി ഇവിടെ മിനിമം കാർഡിനാലിറ്റി 2ഉം മാക്സിമം കാർഡിനാലിറ്റി 9ഉം കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പം ഒരു എൻറ്റിറ്റി ടൈപ്പിലുള്ള ചില എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ലായിരിക്കും. അതായത് എല്ലാ കസ്റ്റമറിനും ലോൺ വേണമെന്നില്ലല്ലോ. അതായത് ഒരു ബാങ്കിൽ നിന്ന് എല്ലാ കസ്റ്റമറും ലോൺ എടുക്കുമെന്നില്ലല്ലോ. അതാണ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അത് സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ ബോറോ എന്ന് പറയുമ്പോൾ സിംഗിൾ ലൈൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് എൻറ്റിറ്റി ടൈപ്സിന് പലതരമുണ്ട്. സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് 1 കീ ആട്രിബ്യൂട്ട് കാണും, ഒരു കീ ആട്രിബ്യൂട്ടേലും കാണും. പിന്നെ അത് ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതൊരു സിംഗിൾ റെക്ടാങ്കിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനൊരു പ്രൈമറി കീ കാണും. പിന്നെ രണ്ട് സ്ട്രോങ് എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻ ഒരു സിംഗിൾ ഡയമണ്ട് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കുറെ സ്ട്രോങ് എൻറ്റിറ്റീസിനെ സെറ്റ് ആക്കി എഴുതുമ്പോൾ അതൊരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയാം. ഇനി വീക്ക് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ആട്രിബ്യൂട്ട് ഇല്ല, അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വേറൊരു എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ പിന്നെ വീക്ക് എൻറ്റിറ്റിക്ക് എന്തില്ല, പ്രൈമറി കീ ഇല്ല, പക്ഷെ അതിന് ഒരു പാർഷ്യൽ ഡിസ്ക്രിമിനേറ്റർ കീ കാണും. പിന്നെ വീക്ക് എൻറ്റിറ്റിക്ക് ഡബിൾ റെക്ടാങ്കിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്ട്രോങ്ങും ഒരു വീക്ക് എൻറ്റിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡബിൾ ഡയമണ്ട് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഡിഫറൻസസ് പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെയാ. പിന്നെ അതിന്റെ എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ കസ്റ്റമർ ലോൺ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവിടെ ആരാ സ്ട്രോങ് എൻറ്റിറ്റി, കസ്റ്റമർ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ലോൺ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം, കസ്റ്റമർ വേണം. അപ്പൊ ലോൺ ആരാ ഇവിടുത്തെ വീക്ക് എൻറ്റിറ്റിയാണ്.
വീക്ക് എൻറ്റിറ്റി ആയതുകൊണ്ട് എന്ത് കൊടുക്കുന്നു? ഡബിൾ റെക്റ്റാങ്കിള്, പിന്നെ ഡബിൾ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ഡബിൾ ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡബിൾ ഡയമണ്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താ അവിടുത്തെ റിലേഷൻഷിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു സ്ട്രോങ് എൻറ്റിറ്റിയും ഒരു വീക്ക് എൻറ്റിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഡബിൾ ഡയമണ്ട് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തത്. പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട്സ്. പിന്നെ വീണ്ടും ഒരു സ്ട്രോങ് എൻറ്റിറ്റി വീക്ക് എൻറ്റിറ്റി എന്താ റിലേഷൻഷിപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞേക്കാം. പിന്നെ ഐഡന്റിഫൈ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു സ്ട്രോങ് എൻറ്റിറ്റി വീക്ക് എൻറ്റിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡബിൾ ഡയമണ്ട് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേര് ഐഡന്റിഫൈ റിലേഷൻഷിപ്പ് എന്ന്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പ്രൊഫസറും ഡിപെൻഡന്റ്. ഇവിടെ പ്രൊഫസർ സ്ട്രോങ് എൻറ്റിറ്റി, ഡിപെൻഡന്റ് വീക്ക് എൻറ്റിറ്റീവാ. ഡബിൾ ഡയമണ്ട്. അപ്പൊ അങ്ങനെ സ്ട്രോങ് എൻറ്റിറ്റി വീക്ക് എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ് എന്താ? ഐഡന്റിഫൈ റിലേഷൻഷിപ്പ് എന്ന്. ഇനിയും റിലേഷൻഷിപ്പ് ഓഫ് ഡിഗ്രി 3. അതായത് ഒരു ടേണറി റിലേഷൻഷിപ്പിൽ നമ്മൾ പറഞ്ഞു എത്ര എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യും? 3 എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ പറയുന്നത് ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. അതിന് 3 എൻറ്റിറ്റി ഉണ്ട്. മൊബൈല്, പാർട്ട്, സപ്ലയർ. അപ്പൊ അതാണ് അവിടുത്തെ 3 എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താ? സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് എന്താ? സപ്ലൈസ് മൊബൈൽ പാർട്സ്. അതായത് ഒരു സപ്ലയർ ഉണ്ട്. ആ സപ്ലയർ എന്താ? മൊബൈലിന്റെ പാർട്സ് ആണ് എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സപ്ലൈസ് മൊബൈൽ പാർട്സ്. ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? സപ്ലയറും മൊബൈലും പാർട്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ടേണറി റിലേഷൻഷിപ്പാണ്. പിന്നെ cardinality in ternary relationship. Say for a given instance of supplier and instance of part, can that supplier supply that particular part for multiple mobile modes? അതായത് എന്താ പറയുക, ഈ 3 എൻറ്റിറ്റിക്ക് കൂടെയുള്ള എന്താ കാർഡിനാലിറ്റി. അതായത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സപ്ലയർ എം, മൊബൈൽ N, പാർട്സ് P. അതായത് ഒരു അതായത് കുറച്ച് സപ്ലയേഴ്സ് മൊബൈലിന്റെ കുറച്ച് പാർട്സ് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു കാർഡിനാലിറ്റി കാണും. അതായത് അതിന്റെ ഇൻസ്റ്റൻസസ് മാക്സിമം അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്. അതിന്റെ എക്സാമ്പിൾ പറയുന്ന കൺസിഡർ സപ്ലയർ S1 that supplies a processor P1 to the company and the uses processor P1 supplied by supplier 1 in its multiple models. In that case, the cardinality of mobile related to supplier and parties N. അതായത് ഒരു സപ്ലയർ S1 ഒരു പ്രൊസസർ P1 ഒരു കമ്പനിയിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ പ്രൊസസർ P1 യൂസ് ചെയ്തിട്ടാണ് മൊബൈലിന്റെ ഓരോ മോഡൽസ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ എന്താ പറയുക കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊബൈലിന്റെ സപ്ലയറിന്റെ പാർട്ടിന്റെ കാർഡിനാലിറ്റി എന്താ? മെനി ആയിരിക്കും. അതായത് ഓരോ സപ്ലയർ ഓരോ പ്രൊസസർ വീതം കൊടുക്കുകയാണെങ്കിൽ എന്താ? ഒത്തിരി സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ കുറെ പ്രൊസസേഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം മെനി ആയിരിക്കും ഇവിടുത്തെ കാർഡിനാലിറ്റി. അത്രയും പറയുന്നുള്ളൂ. ഇനിയും അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനുള്ള എക്സാമ്പിൾ. കൺസ്ട്രക്ട് ആൻ ഡയഗ്രാം ഫോർ എ കാർ ഇൻഷുറൻസ് കമ്പനി whose customers own one or more cars for each. Each car has associated with it 0 to any number of recorded accidents. അതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? ഇവിടെ ഒരു കാർ ഇൻഷുറൻസ് കമ്പനിയാന്ന് പറഞ്ഞു. കാർ ഇൻഷുറൻസ് കമ്പനിയാണ്. ഒരു കാർ ഇൻഷുറൻസ് കമ്പനിയുടെ ഡയഗ്രാം ഡിസൈൻ ചെയ്യണം. അതിനകത്ത് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഒന്നോ അതിലധികമോ കാർസ് കാണാം. പിന്നെ ഓരോ കാറിനും എന്താ 0 അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ആക്സിഡൻസും കാണിക്കാം. അപ്പൊ ഇവിടെ കാർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. പിന്നെ പേഴ്സൺ എന്ന് പറയുന്ന എൻറ്റിറ്റി ഉണ്ട്. ഓരോ പേഴ്സൺ ഓരോ കാർ. പേഴ്സന്റെ കുറച്ച് ആട്രിബ്യൂട്ട് ഉണ്ട്. ഡ്രൈവർ ID, അഡ്രസ്, നെയിം. അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. കാറിന്റെ ലൈസൻസ്, മോഡൽ, ഇയർ. പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തുണ്ടായ ആക്സിഡൻസ്, അതിന്റെ റിലേഷൻ പാർട്ടിസിപ്പേറ്റഡ് എന്ന് കൊടുക്കാം. പേഴ്സൺ പാർട്ടിസിപ്പേറ്റഡ്. പിന്നെ അടുത്ത എൻറ്റിറ്റി ആക്സിഡന്റ്. ആക്സിഡന്റിന്റെ അഡ്രസ്, ലൊക്കേഷൻ, ഡേറ്റ്, റിപ്പോർട്ട് നമ്പർ ഒക്കെ കൊടുക്കാം. പിന്നെ അതിന്റെ ഡാമേജ് എമൗണ്ട്, ആക്സിഡന്റിൽ കൊണ്ട് ഉണ്ടായ ഡാമേജിന്റെ എമൗണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കാം. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ളത്.